ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രീതിയും ശ്രുതിയും കൂടിയിട്ട് ഹോളിയൊക്കെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. അപ്പോൾ അവിടെ ആദ്യത്തെ ഹോളിയാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുവാണ്. അത് വരുമ്പോഴേക്കും നമ്മുടെ പ്രീതിയും ശ്രുതിയും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആൻറ്റി വരുവാട്ടോ, മനോരമ ആൻറ്റി. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, ചേച്ചി അനിയത്തിയും ഹോളിയായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാം ഇതിൻ്റെ പൈസയൊക്കെ ആര് കൊടുക്കും? ആര് കൊടുക്കുമെന്ന് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിയും പ്രീതിയും ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, ചേച്ചി ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് കയറി പോകുക കേട്ടോ. റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ ശ്രുതിയുടെ ഒരു പഴയ കുടുക്ക ഉണ്ടാവും. ആ കുടുക്ക പതുക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം അതിലുള്ള കോയിൻസ് എല്ലാം തന്നെ നിലത്തേക്ക് വീഴും കേട്ടോ. ഒരു നോട്ട് പോലും ഇല്ല, എല്ലാം കോയിൻസാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പെട്ടെന്ന് നിലത്തേക്ക് വീഴുമ്പോഴേക്കും 5-ൻ്റെയും 10-ൻ്റെയും കോയിനൊക്കെ അശ്വിൻ്റെ കട്ടിലിൻ്റെ അടിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ശ്രുതി പതുക്കെ ഓരോരോ കോയിൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അശ്വിൻ അത് കാണുന്നുണ്ട്. അശ്വിൻ്റെ കാര്യം മനസ്സിലായി. താഴത്ത് ഇങ്ങനെ പൈസ കൊടുക്കാനായിട്ട് ഇല്ലാഞ്ഞിട്ടാണ് ശ്രുതി വന്ന് കുടുക്ക പൊട്ടിച്ചെന്നുള്ള സത്യം അശ്വിനെ മനസ്സിലായിട്ടോ. അശ്വിനെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത് പാവം ശ്രുതി ഓരോന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ബോധമില്ലാത്ത രീതിയിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രുതി താഴെ നിന്ന് ഇങ്ങനെ പിറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ മുകളിൽ ഇങ്ങനെ മേശയുണ്ട്. ശ്രുതി അത് നോക്കാണ്ട് മേശയുടെ തല മുട്ടുമെന്ന് അശ്വിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അശ്വിൻ വേഗം തന്നെ ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ശ്രുതിയുടെ തല മേശയിൽ മുട്ടാതിരിക്കാനായിട്ട് മേശയുടെ പൊക്കത്തേക്ക് ഇങ്ങനെ കൈ വെച്ച് പിടിക്കുക കേട്ടോ അശ്വിൻ. ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴേക്കും അശ്വിൻ്റെ കയ്യിലാണ് തട്ടുന്നത്. മേശയുടെ ആ ഒരു അരം കൊള്ളുന്നില്ല. ആ സമയത്ത് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് അശ്വിൻ തന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറ്റവരുടെ കാര്യത്തിൽ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ. ശേഷം ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും കൂടി തീരുമാനിക്കുകയാണ് എന്തായാലും ഹോളി അടിച്ചു പൊളിക്കണമെന്ന്. നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഹോളിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഞ്ജലിയുടെ അടുത്ത് പറയണ്ടേ, ഈ പ്രാവശ്യം ഹോളി നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ തന്നെ പ്രീതിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, മനോരമ പറയുന്നുണ്ട്, ആഹാ എൻ്റെ മൈ ഗോഡ്, അത് കൊള്ളാലോ, അവരുടെ വീട്ടിൽ നിന്നുള്ളവർ എന്തിനാ അമ്മ എങ്ങോട്ട് വിളിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഇവരെയല്ലേ അങ്ങോട്ടേക്ക് വിളിക്കേണ്ടത്? അതെ, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഹോളി ഇവിടെ വെച്ച് അടിച്ചു പൊളിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി എനിക്ക് എത്ര കാലമാണ് ഇങ്ങനെ ഹോളി അതാണ് ആഘോഷിക്കാൻ പറ്റുന്നത് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ്ടേ, മുത്തശ്ശി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നോക്ക്, എൻ്റെ അതുപോലെ തന്നെ ഷ്യാമേട്ടൻ്റെ കുഞ്ഞിൻ്റെ കൂടെയും അശ്വിൻ്റെയും ശ്രുതിയുടെ കുഞ്ഞിൻ്റെ കൂടെയും ആകാശിൻ്റെ പ്രീതിയുടെ കുഞ്ഞിൻ്റെ കൂടെ എല്ലാവരുടെ കുഞ്ഞിൻ്റെ കൂടെയൊക്കെ ഹോളി ആഘോഷിച്ചിട്ടേ മുത്തശ്ശി മുകളിലേക്ക് പോകുള്ളൂ, അല്ലാതെ നേരത്തെ പോയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാം കേട്ടോ. ശരി നീ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ, ശരി ഓക്കെ അല്ലേ? ശരി എന്ന് അഞ്ജലിയും പറയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയുടെ ഓരോരോ പെട്ടികൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് രാമേട്ടനോട് പറയേണ്ട അഞ്ജലി, അയ്യോ ആ പെട്ടിയല്ല, ഈ പെട്ടിയുടെ കാര്യം രാമേട്ടൻ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കേണ്ട, അല്ല മേഡം ഈ പെട്ടിക്കൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മുത്തശ്ശിയുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അഞ്ജലിനെ ശ്യാം അപ്പുറത്തേക്ക് വിളിക്കുക കേട്ടോ. അപ്പോൾ അഞ്ജലി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ശേഷം നമ്മുടെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ മോഹനേട്ടൻ, അതായത് മനോരമയുടെ ഹസ്ബൻഡ് മോഹൻ അങ്കിൾ നമ്മുടെ ശ്രുതി എടുത്ത് പറയുവാണ്. അത് പറയണമെന്ന് നമ്മൾ ശരിക്കും കാണിക്കത്തൊന്നുമില്ല, പക്ഷേ ശ്രുതി ഒരു സർപ്രൈസ് മുത്തശ്ശിക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അത് മുത്തശ്ശൻ മരിച്ചത് എങ്ങനെയാണെന്നും മുത്തശ്ശൻ്റെ ഓർമ്മ ദിവസം എന്താണെന്നൊക്കെയാണ് മോഹനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ രാത്രി ശ്രുതി പതിവ് പോലെ തന്നെ ബാൽക്കണിയിൽ ഉറങ്ങാൻ കിടക്കുവാണ്. അശ്വിൻ കട്ടിലിൻ്റെ പുറത്തും ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്നാണ് ഒരു ഒച്ച കേട്ട് അശ്വിൻ എഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ ശ്രുതി ഉറക്കത്തിൽ ബോധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ഹോളി ഞങ്ങൾ അടിച്ചു പൊളിക്കും, ആഘോഷിക്കും. പിന്നെ അശ്വിൻ സാറാമുണ്ടല്ലോ, അയാളുടെ അടുത്ത് അധികം കളിക്കാൻ വന്നിട്ടല്ലോ, അയാളുടെ മുടി ഞാൻ മൊട്ടടിച്ച് അയാളെ പഴനിമല കയറ്റും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇതൊക്കെ കേട്ട് അശ്വിന് ദേഷ്യം വരണം. ഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ. ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതി ഒന്നും കേൾക്കുന്നേ ഇല്ല. ശ്രുതി പറഞ്ഞ അശ്വിനോട്ട് നല്ലൊരു പണി കൊടുക്കുന്ന, റോട്ടിലൂടെ അയാളെ കഴുതപ്പുറത്ത് കൂടി കയറ്റി മൊട്ടടിച്ച് കയറ്റി അയാളെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ. ശ്രുതികുമാരി ലക്ഷ്മി മറ്റുള്ളവർക്ക് കൂടെ ഉറങ്ങണ്ടേ? എന്തൊരു ശല്യമായത്, ആൾക്കാർ കേട്ടാൽ എന്ത് വിചാരിക്കും? ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഒച്ചെടുക്കുമ്പോഴേക്കും ശ്രുതി അപ്പം തന്നെ വേഗം തന്നെ കിടക്കുക കേട്ടോ. ശ്രുതി ബോധമില്ലാണ്ട് തന്നെയാണ് കിടക്കുന്നത്. ഇവൾക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടായോ, ഉറക്കത്തിൽ സംസാരിക്കുന്ന സ്വഭാവം എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഹോളി ദിവസം നമ്മുടെ അമ്മയും അമ്മായിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അച്ഛനെന്താ വരാത്തത് മുത്തശ്ശി ചോദിക്കുമ്പോൾ അദ്ദേഹം വന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പ്രീതി ഓടി വന്നിട്ട് നമ്മുടെ അമ്മായിക്കും അതുപോലത്തെ അമ്മക്കൊക്കെ ഹോളി വിഷയമാണ്. അതിനുശേഷം നമ്മുടെ പ്രീതിയുടെ മുഖത്ത് മനോരമ പൊടിയൊക്കെ തേക്കുന്നുണ്ട്, ഹോളിയുടെ കളർപ്പൊടിയൊക്കെ തേക്കുന്നു കേട്ടോ. പ്രീതിക്ക് വലത്ത് സന്തോഷം തോന്നുവാണ്. പിന്നീട് നമ്മുടെ ശ്രുതിയാണ് വരുന്നത്. ശ്രുതി നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് നിൽക്കുവാണ്. ആ സമയത്ത് അമ്മ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ
പ്രമീളെ രാധേ നിങ്ങൾ ഈ കാണിക്കണത് കുട്ടികളൊരു തെറ്റ് ചെയ്തു അതിന് മുതിർന്നവർ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത് നമ്മൾ അവരുടെ തെറ്റിനകത്ത് തുള്ളാണോ വേണ്ടത് നോക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അവരോട് ക്ഷമിക്കാൻ പറ്റി പിന്നെ നിങ്ങൾക്ക് എന്താ ക്ഷമിക്കാൻ പറ്റാത്തത് മറ്റുള്ളവർ നാട്ടുകാരുടെ വായടപ്പിക്കാൻ നിന്നാൽ നമുക്ക് സമയം കിട്ടില്ല അവരങ്ങനെ പലതും പറയും അതൊന്നും കാര്യമാക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ മോളാണ് നിങ്ങളാണ് സ്നേഹിക്കേണ്ടത് അവൾ അതിൻ്റെ പേരിൽ എത്രമാത്രം വിഷമിക്കണമെന്നൊക്കെ അറിയാവോ എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നും കേട്ടോ ശ്രുതിയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ശ്രുതി മോളെ നീ ആ പൊടി എടുത്തിട്ട് അമ്മയുടെ മുഖത്ത് തേച്ചെടുക്കാൻ പറയാണ് അങ്ങനെ ശ്രുതി അതിൽ നിന്നൊരു ചുവന്ന പൊടി എടുത്തിട്ട് നമ്മുടെ അമ്മയുടെ മുഖത്തേക്ക് തേക്കും കേട്ടോ അമ്മക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ് അതിന് അമ്മയും കുറച്ച് ചുവന്ന പൊടി എടുത്ത് ശ്രുതിയുടെ മുഖത്തേക്ക് തേക്കാണ് പിന്നീട് അമ്മായിയുടെ മുഖത്തേക്ക് നമ്മുടെ ശ്രുതി തേക്കാൻ പോകുമ്പോൾ അമ്മായി തിരിഞ്ഞ് നിൽക്കുക കേട്ടോ ശേഷം അമ്മായിയുടെ മുഖത്ത് പതുക്കെ ശ്രുതി തേക്കുന്നുണ്ട് അമ്മായി പറയണ്ടേ ഇല്ല ഞാനിവളുടെ മുഖത്ത് തേക്കൊന്നും ഇല്ലെന്ന് പറയാണ് ആ ശ്രുതിക്ക് വരത്തെ വിഷമം തോന്നുന്നുണ്ട് ആ സമയത്ത് അമ്മായി പറയണ്ട അതെ ഞാൻ ചുവന്ന പൊടി തേക്കില്ലെന്നാണ് പറഞ്ഞത് മഞ്ഞപ്പൊടി തേക്കും കാരണം ഇവളുടെ ഫേവറേറ്റ് കളർ മഞ്ഞയാണ് അതുകൊണ്ട് ഈ മഞ്ഞപ്പൊടിയുടെ ഞാൻ ഇവളുടെ മുഖത്ത് തേക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സന്തോഷം കൊണ്ട് അമ്മായിനെ കെട്ടിപ്പിടിക്കാട്ട് അങ്ങനെ ഒരു ഭയങ്കര ആഘോഷമായിട്ട് ഹോളി ആഘോഷിക്കുകയാണ് മുത്തശ്ശീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രുതി മുത്തശ്ശൻ്റെ വേഷമൊക്കെ ഇട്ട് വരുന്നുണ്ട് ശേഷം ഡാൻസും പാട്ടൊക്കെ ആട്ടോ അത് കാണുമ്പോൾ അശ്വിന് വല്ലാതെ സന്തോഷം തോന്നുവാണ് കുറേ നാളിന് ശേഷം അശ്വിൻ ശ്രുതിനെ നോക്കി ചിരിക്കുന്ന ഭാഗം കൂടിയാണ് കേട്ടോ അത് ശേഷം എല്ലാവരും കൂടി നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ മുഖത്ത് മാത്രം വലിയ കാര്യമായിട്ട് പൊടിയൊന്നുമില്ല മുത്തശ്ശി പറയണ്ട് ആഹാ അത് കൊള്ളാലോ നിൻ്റെ മുഖത്ത് മാത്രം പൊടിയൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയുടെ മേത്തും മുഖത്തൊക്കെ പൊടി തേക്കുന്നുണ്ട് കേട്ടോ ശ്യാം പറയുന്നുണ്ട് അത് ശരിയാണ് ശ്രുതിയുടെ മുഖത്ത് മാത്രം ആരും ഇതുവരെ പൊടി തേച്ചില്ലല്ലോ നല്ല രീതിയിൽ പൊടിയായിട്ടുമില്ല അതുകൊണ്ട് ഈ കളർ പൊടികൾ ഞാൻ ശ്രുതിയുടെ മുഖത്ത് തേക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാം കുറച്ച് പൊടിയൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ ശ്യാമിൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കാരണം ശ്രുതിനെ തൊടാൻ കിട്ടുന്ന അവസരമാണല്ലോ കവിളിലൊക്കെ ഒന്ന് തലോടാൻ തന്നെയാണ് ശ്യാം തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ശ്യാം ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ശ്രുതിയുടെ മുഖത്ത് കളർ തേക്കുന്നു എന്നാണ് അമ്മക്കും അമ്മായിക്കൊക്കെ ആകെ ദേഷ്യം വരും കേട്ടോ പക്ഷെ അവർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കാരണം അഞ്ജലിയുണ്ട് മുത്തശ്ശിയുണ്ട് എല്ലാവരും നിരന്നിരിക്കുകയാണ് ശ്രുതി ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ശ്യാം ഇങ്ങനെ തേക്കാൻ വേണ്ടി ഇങ്ങനെ വീർപ്പ് മുട്ടി ഇങ്ങനെ വരുവാണ് പെട്ടെന്നാണ് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത് അശ്വിൻ കുറച്ച് പൊടി എടുത്തുകൊണ്ട് വരുക കേട്ടോ എന്നിട്ട് ശ്യാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രുതിയുടെ മുഖത്ത് ഇങ്ങനെ തലോടിക്കൊണ്ട് ആ കളർ പൊടികൾ തേക്കുവാണ് ശ്രുതി കണ്ണ് തുറക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിനെയാണ് കാണുന്നത് ശ്രുതിക്ക് വരാത്ത സന്തോഷം തോന്നുവാണ് ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറഞ്ഞ ആഹാ അത് കൊള്ളാലോ കുഞ്ഞൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ശ്രുതിയുടെ മുഖത്ത് തേക്കേണ്ടത് ആ ശ്രുതി പിന്നെ കുഞ്ഞിന് ഇതുവരെ ഹോളിയൊന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നീ തന്നെ കുഞ്ഞിൻ്റെ മുഖത്ത് ആദ്യമായിട്ട് കളർ തേക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ ശ്രുതി കുറച്ച് പൊടി എടുത്തിട്ട് നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് തേക്കാം കേട്ടോ അശ്വിനും ശ്രുതിയുടെ മുഖത്തേക്ക് തേക്കുന്നുണ്ട് അങ്ങനെ ഹോളി ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഹോളി അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക കേട്ടോ അങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയല്ലേ ശ്രുതി ഹോളിക്ക് ഒരു പ്രത്യേക പാനീയമൊക്കെ തയ്യാറാക്കേണ്ട അതായത് ഈ മോരും ലസ്സിയൊക്കെ ഉണ്ടല്ലോ ലസ്സി അതുപോലെ തന്നെ ജ്യൂസ് അങ്ങനത്തെ പല പല സംഭവങ്ങളുണ്ട് ശ്രുതി അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൂടുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ശ്യാം വിചാരിക്കും ഇവളെ കൊണ്ട് കുറച്ച് ലസ്സിയൊക്കെ കുടിപ്പിക്കണം അപ്പോൾ കുറച്ച് കിക്കാവുമല്ലോ കിക്കാവുമ്പോൾ ശ്രുതി സത്യങ്ങളൊക്കെ പറയുകയും ചെയ്യും പിന്നെ തൻ്റെ അടുത്ത് വഴങ്ങി നിൽക്കുകയും ചെയ്യും അതിനുവേണ്ടി ശ്രുതിനെ കൊണ്ട് ആ ഒരു ലായനി കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിൻ്റെ സഹായം തേടുവാണ് ശ്യാം ശ്രുതിനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം ഹോളിയല്ലേ അവളും അടിച്ചു പൊളിക്കട്ടെ എന്ന് പറയാണ് അത് പ്രകാരം ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ കൊണ്ട് ആ ഒരു ലസ്സിയൊക്കെ കുടിപ്പിക്കുക കേട്ടോ അഞ്ജലി അത് കുടിക്കണതും ശ്രുതിയുടെ ബോധം പോവാണ് ശ്രുതി പരിസര ബോധമില്ലാതെ പലതും വിളിച്ചു പറയാം കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ